ഹര ഹര മഹാദേവ്, ശംഭോ മഹാദേവ്. ദക്ഷിണകാശീശ്വരമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് 12 വിളക്ക് മഹോത്സവ സമാപന ദിനമായ ഇന്ന് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ കേരളം പുരാണങ്ങളാലും നാടോടി കഥകളാലും സമ്പന്നമാണ്. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, മന്ത്രവാദികൾ, ദുഷ്ടാത്മാക്കൾ എന്നിവർ പരസ്പരം സ്നേഹിച്ചും പോരാടിയും ഉള്ള പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പരബ്രഹ്മമാണ് പരമശിവൻ. ത്രിമൂർത്തികളിൽ സംഹാരമാണ് ശിവന്റെ ധർമ്മം. ഓച്ചിറ ക്ഷേത്ര ഗോപുരവാതിലിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത ഇവിടുത്തെ 12 വിളക്ക് മഹോത്സവത്തിൻ്റെ സമാപന ദിവസത്തെ രാവിലത്തെ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃശ്ചികം 1 മുതൽ 12 വരെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓച്ചിറ 12 വിളക്ക്. ഓച്ചിറ പടനിലത്തിൽ കുടിലുകൾ കെട്ടി ഭക്തർ 12 ദിവസം ഭജനം പാർക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഹിന്ദുമതം അനുസരിച്ച് ഒരു ദൈവമേ ഉള്ളൂ, അത് നിങ്ങളുടെ ഉള്ളിലാണ്. തത്വമസി, അത് നീയാകുന്നു എന്നതാണ് ഈ വാക്കിനർത്ഥം. ഹിന്ദുക്കൾ പിന്തുടരുന്ന എല്ലാ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഈ സത്യം സാക്ഷാത്കരിക്കാനും നമ്മളിലെ ദിവ്യശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ മറ്റൊരു മഹാനായ വ്യക്തിത്വമായ അകവൂർ ചാത്തൻ്റെ ഇതിഹാസം ഈ സത്യത്തെ അടിവരയിടുന്നു. ദൈവാനുഗ്രഹം ലഭിക്കാൻ ആത്മാർത്ഥത, സമർപ്പണം, ഭക്തി എന്നീ 3 കാര്യങ്ങൾ ആവശ്യമാണ്. മറ്റെല്ലാം വെറും ബാഹ്യ കാര്യങ്ങൾ മാത്രമാണ്. ഭക്തർക്ക് അവർക്കിഷ്ടമുള്ള ഏത് രൂപത്തിലും ദിവ്യശക്തിയെ ആരാധിക്കാം. അതിനുദാഹരണമാണ് അകവൂർ ചാത്തൻ്റെ കഥ. അകവൂർ ചാത്തൻ്റെ കഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അകവൂർ മനക്കൽ തിരുമനസിനെ സേവിച്ചുകൊണ്ട് ചാത്തൻ വസിക്കുന്ന കാലത്ത് തമ്പുരാന്റെ ഉപദേശപ്രകാരം സേവിച്ച് പ്രത്യക്ഷമാക്കിയപ്പോൾ ചാത്തനോടൊന്നിച്ച് തിരുമേനിയുടെ യാത്രയിൽ ഓച്ചിറയിലെത്തുകയും സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയായ മാടൻ പോത്തിനെ തിരുമനസിനെ കാട്ടിക്കൊടുക്കുകയും തന്റെ ഉപാസനമൂർത്തിയായ മാടൻ പോത്ത് ഓച്ചിറയിൽ അപ്രത്യക്ഷമാകുകയും ചെയ്തു. പിന്നെ വർഷാവർഷം ഓച്ചിറ പടനിലത്തിൽ വരുന്ന പടയിൽ ചേർന്ന് അവിടെ തന്നെ മരണമടയുകയും ചെയ്തു. അനേകായിരം ഭക്തജനങ്ങൾ ആബാലവൃത്തം വ്രതാനുഷ്ഠാനങ്ങളോട് ഓച്ചിറ പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക കുടിലുകളിൽ 12 ദിവസവും വസിച്ച് ഭജനമിരുന്ന് പരബ്രഹ്മ സായുജ്യമടഞ്ഞ് സന്തുഷ്ടരായി മടങ്ങുന്നു. ഈ ഉത്സവകാലത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഭഗവത് ദർശനത്തിനായി വന്നു പോകുന്നു. കിഴക്കേ ആൽത്തറയെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പടിഞ്ഞാറേ ആൽത്തറയും. ഓച്ചിറ തീർത്ഥക്കുളത്തിലെ ജലം കാശി ഗംഗയ്ക്ക് തുല്യമാണ്. ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ചെളി പ്രസാദമായി നൽകാറുണ്ട്. പ്രകൃതിയുടെ പരമോന്നത ശക്തിയെ ആരാധിക്കുന്ന അൻബലമില്ലാത്ത ആൽത്തറ പരമശക്തി രൂപരഹിതമാണെന്നും ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുത്തുന്നുവെന്നുമാണ് വിശ്വാസം. ഓച്ചിറ എന്ന പേര് ഉവച്ചൻ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ഉവച്ചൻ എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം. ക്ഷീണിതരായി അലഞ്ഞു തിരിയുന്നവർക്ക് ഒരു അഭയ കേന്ദ്രം കൂടിയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ചാത്തന് പ്രത്യക്ഷപ്പെട്ട കാളരൂപത്തിന്റെ ബഹുമാനാർത്ഥം കാളകൾക്ക് പ്രധാന പ്രാധാന്യം നൽകും. ക്ഷേത്ര സമുച്ചയത്തിന്റെ മുന്നിലുള്ള 50 അടി ഉയരമുള്ള ഇരട്ട ഗോപുരം നിരവധി പുരാതന ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധം നടന്നത് ഓച്ചിറ സമതലത്തിലാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും ഈ ചരിത്ര യുദ്ധത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മിഥുനം 1, 2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നക്ഷത്രവനത്തിലാണ്. നക്ഷത്രവനത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ നാളിൽ ജനിച്ചവർ നക്ഷത്ര വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുകയും നട്ടു പരിചരിച്ച് വളർത്തുകയും ചെയ്താൽ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അശ്വതി നക്ഷത്രം വൃക്ഷം കാഞ്ഞിരം, ഭരണി നെല്ലി, കാർത്തിക അത്തി, രോഹിണി ഞാവൽ, മകയിരം കരിങ്ങാലി, അങ്ങനെ 27 നക്ഷത്രങ്ങളിൽ ഓരോ വൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വർഷങ്ങളോളം കൊണ്ടിരിക്കുകയാണ്. 10-30 വർഷം കൊണ്ടേ ആരംഭിച്ചു കൊടുക്കും. ആര് വന്നാലും കൊടുക്കും.
ഉച്ച സമയത്തെ തിരക്കാണ്. വൈകുന്നേരം ഇവിടെ കാല് കുത്താൻ സ്ഥലം കാണുന്നു. അങ്ങനെയാണോ നമ്മൾ പിള്ളേരെ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം. താങ്ക് യു.